2026 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസുകളുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്തത്. ഇത് അടുത്തൊരു 10 പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെ ബോംബെ ക്രോണിക്കിൾ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെ ബോംബെ ക്രോണിക്കിൾ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചു. ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെയാണ് ബോംബെ ക്രോണിക്കിൾ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഏത് സത്യാഗ്രഹത്തെയാണ് രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെയാണ് കേട്ടോ. വരിക വരിക സാഹചര്യ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം പയ്യന്നൂർ സത്യാഗ്രഹത്തിൽ ഉടനീളം മുഴങ്ങിക്കേട്ടു. അത് ശരിയാണ്. എഴുതിയതാരാണത്? അംഷി നാരായണപിള്ളയുടെ വരികളാണിത്. സർക്കാർ സർവീസുകളിലുള്ള നിയമത്തിലെ വിവേചനത്തിനെതിരായി പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയത് തിരുവിതാംകൂർ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന GP പിള്ള, N രാമൻപിള്ള, R രംഗറാവു എന്നിവരെ കോളേജിൽ നിന്ന് പുറത്താക്കി. അതും ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ ഈ സത്യാഗ്രഹ സമയത്ത് സർക്കാർ സർവീസിലുള്ള നിയമത്തിലെ വിവേചനത്തിനെതിരെ പത്രത്തിൽ ലേഖനം എഴുതിയ 3 വ്യക്തികൾ, മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന 3 വ്യക്തികളായിരുന്നു GP പിള്ളയും N രാമൻപിള്ളയും R രംഗറാവും. 2 പിള്ളമാരും R രംഗറാവു ഓർത്ത് വെച്ചാൽ മതി. GP പിള്ള, N രാമൻപിള്ള, R രംഗറാവു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നൈപുണ്യ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. നൈപുണ്യ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. നൈപുണ്യ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2009 ഇന്ത്യയുടെ ആദ്യത്തെ നൈപുണ്യ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയും തുടർന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പം അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം നൈപുണ്യ വികസന പരിപാടി ആരംഭിച്ചത് 2009 ആദ്യത്തെ നൈപുണ്യ വികസന പദ്ധതി പ്രഖ്യാപിച്ച് അതിനെ തുടർന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ചത് 2019 കേട്ടോ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ വ്യവസായാധിഷ്ഠിത നിപുണതകളിൽ യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്നു. അപ്പോൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജനയുടെ കീഴിലാണ് വ്യവസായാധിഷ്ഠിത നിപുണതകളിൽ യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതി. ഏതാണ്? പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജനയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. കേരള ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നൈപുണ്യ വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ഉഡാൻ പദ്ധതി. അതും ശരിയാണ് കേട്ടോ. അപ്പം ഉഡാൻ പദ്ധതി എന്താണ്? കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാമായിട്ട് നൈപുണ്യ വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതിയാണ് ഉഡാൻ പദ്ധതി. അപ്പോൾ ഈ 3 പ്രസ്താവനകളാണ്. അത് തെറ്റാണ് കേട്ടോ. ഉഡാൻ പദ്ധതി അതല്ല. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നൈപുണ്യ വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ഉഡാൻ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ യുവജനങ്ങളുടെ കർമ്മശേഷി മറ്റു രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാക്കാൻ വേണ്ടി ഉന്നതമായ പരിശീലനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ സ്കിൽ സെൻ്ററുകൾ സ്ഥാപിച്ചത്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ സ്കിൽ സെൻ്ററുകൾ സ്ഥാപിച്ചത് ഇന്ത്യയിൽ യുവജനങ്ങളുടെ കർമ്മശേഷി മറ്റു രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാക്കാൻ വേണ്ടി ഉന്നതമായ പരിശീലനം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ സ്കിൽ സെൻ്ററുകൾ സ്ഥാപിച്ചത്. 1, 2, 4 എന്നുള്ള പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കുക, എന്താ? ഇന്ത്യൻ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച വർഷം 2009. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ യോജന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വ്യവസായാധിഷ്ഠിതത്തിലുള്ള നിപുണതകളെ യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ സ്കിൽ സെൻ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ യുവജനങ്ങളുടെ കർമ്മശേഷി മറ്റു രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം ലഭ്യമാക്കാൻ വേണ്ടി. അപ്പോൾ ഈ 3 പോയിൻ്റ് ഓർത്ത് വെച്ചേക്കണേ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ.
റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യം അനുഭവപ്പെടുന്നത് എവിടാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ആദ്യം അനുഭവപ്പെടുന്നത്. ഓർത്താൽ മതി, തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിലായിരിക്കും ആദ്യം അനുഭവപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നർമ്മദ, താപ്തി ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. നർമ്മദയും താപ്തിയും ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളെന്നുള്ളത് തെറ്റായ. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ്. അത് ശരിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് കാവേരി. അത് ശരിയാണ്. സോ 2, 3 എന്നുള്ളതാണ് ശരിയായ ആൻസർ. അപ്പോൾ നാഗാർജുന സാഗർ കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് കാവേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നൽകുക. 5 വർഷ കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരിയാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് കാലാവധി നടക്കുന്നത് ഏതാണ്? 5 വർഷത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയാക്കണം. അത് തെറ്റായ പ്രസ്താവനയാണ്. 35 വയസ്സ് വേണം. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും ശരിയാണ്. സോ 1, 3 എന്നുള്ളതാണ് ശരിയായ ആൻസർ. അങ്ങനെ താഴെ കൊടുത്തവയിൽ സെഫോളജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെഫോളജി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ സെഫോളജി എന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവചന പഠനശാഖയാണ്. അത് ശരിയാണ്. സെഫോളജി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവചന പഠനശാഖയാണ് ഇത് സെഫോളജി എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെയും വിജയസാധ്യത പ്രവചിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ 1 തെറ്റായ പ്രസ്താവന. ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള സെഫോളജി എടുത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? ഇലക്ട്രോ വോൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ചാർജ്, ബലം, ഊർജം, ആക്കം. നമുക്കറിയാം വോൾട്ടേജിൻ്റെയാണ് എന്ത്? ഇലക്ട്രോൺ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്കത്തിൻ്റെ യൂണിറ്റോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.